ലവച്ചമാരെ നമുക്ക് പണി കാപ്പിലാണ്. പരവൂർ കാപ്പിൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് പണി. ഒരു റിസോർട്ടിനകത്താണ്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് കണ്ട കടൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കടലും കായലും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിപ്പം ഈ കാണുന്ന ഈ കായലും ആ കടലും കൂടെ ഒന്നിക്കുന്ന ഭാഗമാണത്. പൊഴി മുറിയുന്ന സ്ഥലമാണത്. ബാക്കി നമുക്ക് സൈഡിലോട്ട് പോയിട്ട് കാണാം. നമ്മൾ സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു റിസോർട്ടിനകത്താണ് നമുക്ക് പണി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉള്ള പണിയെന്ന് പറഞ്ഞാൽ കുറേ മണ്ണിടിച്ച് താഴെ ഒരു കട്ടിയുണ്ട്. ആ കട്ടിയിൽ അവിടെ ഇട്ട് ലെവലാക്കി എടുക്കാനാണ്. നമ്മൾ മണ്ണൊക്കെ ഇടിച്ച് കൂട്ടി ഇവിടുന്ന് കോരി താഴെ എടുത്തിടുകയാണ്. അപ്പോൾ താഴെ ഇട്ട് അവിടെ ഇട്ട് ഫുള്ളൊന്ന് ലെവൽ ചെയ്തെടുക്കാനാണ് ഫസ്റ്റിലത്തെ പണി. അപ്പോൾ ആ സൈഡിൽ നിന്ന് കുറേ മണ്ണൊക്കെ ഇടിച്ച് നമ്മൾ എടുത്ത് താഴെ ഇട്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ചെറിയൊരു വഴി പോലെയൊക്കെ അടിക്കാണ്ട്. അപ്പോൾ ഈ വഴി അടിക്കുന്ന മണ്ണ് ഇതെല്ലാം കൂടെ താഴത്തെ കട്ടിങ്ങിലാണ് ഇടുന്നത്. വഴി അടിച്ച് ഇവിടെ ഒരു ദിവസത്തെ ഫുൾ പണിയുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മേടിച്ച് കാടൊക്കെ തെളിക്കാനുണ്ട്. നേരത്തെ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി പണിയാണ് ഇപ്പോൾ വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ മണ്ണൊക്കെ കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ട് ഇനി താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങി അത് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ വഴിയൊക്കെ ഏകദേശം അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോകണം. ചോറ് കഴിച്ചിട്ട് ബാക്കി ഉള്ള പരിപാടി. നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങി അവിടെ മൊത്തം ലെവലാക്കാൻ പോവുക. ഇവിടെ മൊത്തം കുണ്ടും കുഴിയായിട്ടൊക്കെ കിടന്നു കേട്ടോ. ഒത്തിരി കുണ്ടും കുഴിയായിട്ടൊക്കെ കിടന്ന് ഞങ്ങൾക്ക് ലെവലാക്കി വരുന്നു. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ താഴെ. ഇപ്പം ബർത്ത്ഡേ പാർട്ടിക്കും സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള ഫോട്ടോകളൊക്കെ ഒത്തിരി എടുക്കുന്ന സ്ഥലമുണ്ട്. ചെറിയ മണ്ഡപവും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ഓടിച്ച് ലെവലാക്കി എടുക്കണം. നമ്മളെ ഫ്രണ്ട് ബക്കറ്റൊക്കെ പോവാത്ത സ്ഥലമാണ്. ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് ബാക്കിനൊക്കെ ഒന്ന് തട്ടി നിരത്തിയിട്ട് ലെവലാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് ബക്കറ്റിനൊന്ന് ഒഴിച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. ഏകദേശം നമ്മൾ താഴത്തെ തട്ട് തീരാറായി. ഒരുവിധം നമ്മൾ അടിച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്ക് വണ്ടി മേളിൽ കയറ്റാൻ പോകണം. പിന്നെ നമ്മൾ വണ്ടി മേളിൽ കയറ്റാൻ പോവാണ് കേട്ടോ. അവിടെ വഴിയൊന്നുമില്ല. നേരത്തെ ഇറങ്ങി വന്നപ്പോൾ ഇട്ടുന്ന മണ്ണും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും മാറ്റി. ഇപ്പോൾ ചെറിയ കട്ടിങ്ങാണ്. അവിടെ നിന്ന് കുത്തിയങ്ങ് വണ്ടി അങ്ങ് മേളിൽ കയറ്റാൻ പോവുക. അവർക്ക് വഴി വേണ്ടാന്ന് പറഞ്ഞ്. കാര്യം മണ്ണ് കുറവായിരുന്നു. നമ്മൾ ഇട്ട മണ്ണ് മൊത്തം എടുത്ത് ലെവലാക്കി ഒരുവിധം ലെവലാക്കി എടുത്തു. പക്ഷേ
ഇനിയും കറക്റ്റ് ലെവലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് മണ്ണൊക്കെ എടുത്തവിടെ. ഇനി മേളിൽ കയറാൻ പോവുകയാണ്. ഈ താഴത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ. ഇനി മേളിൽ കുറേ പണിയുണ്ട്. മേളിൽ കുറേ കാട് ഒക്കെ പറിക്കാനുണ്ട്. നേരത്തെ നമ്മളൊന്ന് പറിച്ചതായിരുന്നു, അതിൻ്റെ ബാക്കിയൊക്കെ ഇനി പറിക്കാനുണ്ട്. നമ്മൾ വണ്ടി അങ്ങ് മേളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാടുകൾ മൊത്തം പറിക്കാനുള്ളതാണ്. നേരത്തെ ഒന്ന് നമ്മൾ അപ്പുറത്തെ സൈഡ് കുറച്ച് പറിച്ചായിരുന്നു. ഇനി ഇത് മൊത്തം പറിച്ച് കൂട്ടണം. ഇത് മൊത്തം ബാക്ക് പോക്കറ്റിനെ പറിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. കാര്യം അവർക്ക് കത്തിക്കണം, മണ്ണില്ലാതെ ഇടഞ്ഞു കൂട്ടി വെച്ചാൽ മതി. മണ്ണ് തീരെ വരാത്ത രീതിയിൽ എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. മൂടില്ലാത്ത പോച്ചയായതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ, പറിച്ച് കൂട്ടാനും എളുപ്പമാണ്. പെട്ടെന്ന് കത്തിച്ച് കളയുകയും ചെയ്യാം, അത് ഉണങ്ങിപ്പോകും പെട്ടെന്ന്. ഒത്തിരി ഉണ്ട് കേട്ടോ, വസ്തു ഏതാണ്ട് 1 ഏക്കറിന് പുറത്തുണ്ട്. അപ്പോൾ 3-4 വർഷം മുമ്പൊക്കെ നമ്മളിവിടെ പണിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും വേറെ ഏതോ വണ്ടിയാണ് വന്നിട്ട് ഇത്രയും കാട് പറിച്ചത്. അപ്പം അതിൻ്റെ ബാക്കിയാണ് ഇപ്പം നമ്മളൊന്ന് ചെയ്യുന്നത്. നല്ല അടിപൊളി പോച്ച കേട്ടോ, മൂടൊന്നുമില്ല. പിടിച്ചാൽ മൊത്തത്തിൽ സെറ്റോടേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ പണി. നമ്മൾ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്.